അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കത്തോലിക്ക സഭ യാഥാസ്ഥിതികമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കത്തോലിക്ക സഭയിലേക്ക് ഒരു പരിഷ്കരണവാദം അല്ലെങ്കിൽ പരിഷ്കരണവാദത്തിന് യാതൊരു ഇടവുമില്ലാത്ത കത്തോലിക്ക സഭയിലേക്ക് തൻ്റേതായ ശൈലിയിലൂടെ പരിഷ്കരണം കൊണ്ടുവന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിക്കാം, സഭയ്ക്കകത്തേക്ക് ടോർച്ച് അടിച്ചയാൾ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നത്. കാരണം സഭയ്ക്കകത്തേക്കുള്ള ഇരുട്ടിലേക്ക് അദ്ദേഹം ടോർച്ച് അടിക്കുകയും ആ ചെറിയ വെളിച്ചത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റ് മാർപ്പാപ്പമാരിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം അദ്ദേഹം ആലംബഹീനരെയും അതോടൊപ്പം തന്നെ ദരിദ്രരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ആർക്ക് വേണ്ടിയാണോ ചെലവഴിച്ചത്? ദരിദ്രർക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അതുപോലെ ട്രാൻസ്ജെൻഡർമാർക്കും വിവാഹമോചിതർക്കും വേണ്ടിയല്ല അദ്ദേഹം സ്വന്തമായ ഒരു നിലപാടെടുത്തു. സഭയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി, പക്ഷേ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. വത്തിക്കാനെ നവീകരിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. വത്തിക്കാൻ ബാങ്കിലെ അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടി. വലിയ തോതിലുള്ള അഴിച്ചുപണി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, സഭയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ വലിയ കോളിളക്കമൊന്നും അദ്ദേഹം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ നിർധനരെയും ആലംബഹീനരെയും എല്ലാം ചേർത്ത് പിടിച്ചു എന്നതിലുപരിയായി അദ്ദേഹം സഭ ആരെയൊക്കെയാണോ കാലങ്ങളായി അകറ്റി നിർത്തി 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള സഭയുടെ ചരിത്രത്തിൽ സഭ ആരെയൊക്കെയാണോ മാറ്റി നിർത്തിയിരുന്നത് അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ ഈ പോപ്പ് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേപ്പസിയും അല്ലെങ്കിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാർപ്പാപ്പയായി മാറും എന്നുള്ള കാര്യം തർക്കമില്ല. മറ്റ് മാർപ്പാപ്പമാർ, ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മൾ പരിശോധിക്കുകയാണ്. അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ലോകമെമ്പാടും അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷേ അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു മാറ്റത്തിന് അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് വന്ന ജോസഫ് റാറ്റ്സിംഗർ അല്ലെങ്കിൽ ബെനഡിക്ട് 16 അദ്ദേഹം വളരെ യാഥാസ്ഥിതികനായിരുന്നു. സഭയ്ക്കകത്ത് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് തയ്യാറായില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് ആരെയൊക്കെയാണോ സഭ മാറ്റി നിർത്താൻ ശ്രമിച്ചത് ആ സഭയെ കൂടി അത്തരക്കാരെയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. സഭയുടെ ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുകയും സഭയുടെ പോരായ്മകളെ സ്വയം തിരിച്ചറിയുകയും എല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ പോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ പോപ്പ് അതുകൊണ്ടാണ് ഈ പോപ്പ് അറിയപ്പെടുക. ആരെയെല്ലാം അദ്ദേഹം ചേർത്ത് പിടിച്ചു, ആരെയൊക്കെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചത്? കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ നിർണായകമായ ചില തീരുമാനങ്ങൾ, കുറഞ്ഞത് 5-6 കാര്യങ്ങളിൽ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് ഒരു വിട്ടുവീഴ്ച നടത്താൻ കഴിയില്ല. അങ്ങനെ ആ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സഭയെക്കുറിച്ചുള്ള ഈ കത്തോലിക്ക സഭയെക്കുറിച്ച് ഏറ്റവും അന്വർത്ഥമായ പ്രയോഗം എന്ന് പറയുന്നത് ലോർഡ് മെക്കാളെ പ്രഭുവിൻ്റെ ഒരു വലിയൊരു പ്രവചനാൽ സ്വഭാവമുള്ള ഒരു പരാമർശമാണ് കത്തോലിക്ക സഭയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാവുന്നത്. എല്ലാത്തിനും മാറ്റമുണ്ടായേക്കാം, പക്ഷേ സഭയ്ക്ക് മാത്രം മാറ്റമുണ്ടാവില്ല എന്നാണ് ഈ ലോർഡ് മെക്കാളെ ഈ കത്തോലിക്ക സഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിയ ആളാണ് ഈ പോപ്പ് ഫ്രാൻസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ 13 വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ആദ്യമായി അദ്ദേഹം ചെയ്തത് ജയിൽ സന്ദർശിക്കുക, ജയിൽ പുള്ളികളുടെ കാല് കഴുകുക, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ കാല് കഴുകുക, അതുപോലെ ട്രാൻസ്ജെൻഡർമാരെയും സഭ മാറ്റി നിർത്തി സഭയ്ക്ക് അകത്തേക്ക് ഒരു തരത്തിലുള്ള തുറവിയും ഇല്ലാതിരുന്ന ഈ മനുഷ്യരെ എല്ലാം തന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് യൂറോപ്യൻ നാടുകളിലും അതോടൊപ്പം ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു അകൽച്ച, സഭയോടുള്ള ഒരു അകൽച്ച മാറി. അദ്ദേഹം ആരെയൊക്കെ ചേർത്ത് പിടിച്ചു? സഭ ഒരിക്കലും വിവാഹമോചനത്തിന് അനുകൂലിച്ചിരുന്നില്ല. കാരണം സഭയുടെ പ്രധാനപ്പെട്ട കാതലായ ഒരു തത്വം തന്നെ ദൈവം കൂട്ടിച്ചേർത്തതിനെ മോചിപ്പിക്കാൻ സഭയ്ക്കാവില്ല, അല്ലെങ്കിൽ മനുഷ്യർക്കാവില്ല എന്നുള്ളതായിരുന്നു ഈ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്തവാക്യം. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം അതിൽ നിന്ന് മാറ്റം കണ്ടു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം വിവാഹമോചിതരെയും അതുപോലെ തന്നെ അദ്ദേഹം വിവാഹമോചിതർക്ക് കുർബാന കൊടുക്കാൻ തയ്യാറായി. കാരണം വിവാഹമോചിതർക്ക് കുർബാന നൽകാൻ സഭ തയ്യാറായിരുന്നില്ല. വിവാഹമോചിതർക്ക് അദ്ദേഹം കുർബാന കൊടുക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഭിന്ന ലിംഗക്കാരെ അദ്ദേഹം സഭയോട് ചേർത്ത് പിടിച്ചു. അവർക്ക് ആശീർവാദം നൽകാൻ അദ്ദേഹം വലിയ വിമർശനങ്ങളുണ്ടായി. പക്ഷേ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ദരിദ്രരെ ചേർത്ത് പിടിച്ചു. മാത്രമല്ല ഈ 2-3 കാര്യങ്ങൾ, അതായത് വിവാഹമോചിതരെ ചേർത്ത് പിടിച്ചു, ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് പിടിച്ചു, അതോടൊപ്പം തന്നെ ജയിൽ പുള്ളികളുടെ കാല് കഴുകി, അതുപോലെ സ്ത്രീകളുടെ കാല് കഴുകി ചുംബിച്ചു. ഇതെല്ലാം തന്നെ ക്രൈസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഈ ക്രൈസ്റ്റ് സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുന്നതിന് ക്രൈസ്റ്റ് എതിരായിരുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് സ്ത്രീകളെ ചേർത്ത് പിടിക്കാനും അതുപോലെ വിവാഹമോചിതരെ ചേർത്ത് പിടിക്കാനും എല്ലാം തന്നെ ഈ സഭയിലെ യാഥാസ്ഥികർ ചില നിലപാടെടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടത് എന്നുള്ള പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി ഇപ്പോൾ പറയേണ്ടത്. ഇപ്പോൾ
വത്തിക്കാനിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്കും കൂടി ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് മാർപ്പാപ്പ കാലം ചെയ്തതോടെ വത്തിക്കാൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ചുമതല കമർലങ്കോ ഏറ്റെടുത്തിരിക്കുന്നു. അതായത് കത്തോലിക്ക സഭയിലെ ഇപ്പോഴുള്ള കർദിനാൾമാരിൽ ഏറ്റവും മുതിർന്ന കർദിനാളാണ് കമർലങ്കോ ആയി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പും പുതിയ മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്യുന്നത് വരെ ഈ കമർലങ്കോയുടെ നേതൃത്വത്തിൽ 3 മുതിർന്ന കർദിനാൾമാരായിരിക്കും ഇനി വത്തിക്കാൻ കൂരിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. കമർലങ്കോ ചുമതല ഏറ്റിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ മുദ്രമോതിരവും സ്ഥാനചിഹ്നങ്ങളും എല്ലാം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ തലയിൽ മുട്ടി 3 പ്രാവശ്യം വിളിച്ച് ആചാരപരമായി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് വത്തിക്കാൻ ഇപ്പോൾ മാർപ്പാപ്പ കാലം ചെയ്തു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരം വാർത്ത ഇപ്പോൾ വത്തിക്കാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാർപ്പാപ്പയുടെ കബറടക്കമായിരിക്കും. മാർപ്പാപ്പയുടെ കബറടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വത്തിക്കാൻ അധികം താമസിയാതെ തന്നെ പുറത്തുവിടും. കാരണം വലിയ ആഘോഷങ്ങളൊന്നും തൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വത്തിക്കാൻ അല്പസമയത്തിനെടുക്കും. അത് വത്തിക്കാൻ പുറത്തേക്ക് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വത്തിക്കാൻ്റെ ചുമതല കമർലങ്കോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അദ്ദേഹം മുതിർന്ന വത്തിക്കാനിൽ ഇപ്പോൾ 129ഓളം കർദിനാൾമാരാണ് ഇപ്പോൾ വോട്ടവകാശമുള്ളവരും അല്ലാത്തവരുമായി 135 കർദിനാൾമാരാണ് ഇപ്പോൾ വത്തിക്കാനിലുള്ളത്. ഇതിൽ ഏറ്റവും മുതിർന്ന കർദിനാളാണ് കമർലങ്കോയുടെ ചുമതല ഏറ്റിരിക്കുന്നത്. മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത 10 ദിവസങ്ങൾ, അതായത് അടുത്ത 9 ദിവസവും പ്രാർത്ഥന മാർപ്പാപ്പയുടെ കാലശേഷം മാർപ്പാപ്പയുടെ കബറടക്കം എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ വത്തിക്കാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിനുശേഷം അടുത്ത 9 ദിവസം അനുസ്മരണ പ്രാർത്ഥനകളായിരിക്കും. അതിനുശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ കബറട ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഷെഡ്യൂളുകളും കാര്യങ്ങളും വത്തിക്കാൻ അല്പസമയം പുറത്തുവിടും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാളിദാസൻ. ശരി ലോറൻസ്,